ഈ ഇവിടെ തൊട്ട് ഇത്ര ഇവിടെ ന്യൂട്രൽ പൊസിഷനാണ്, ഇത്ര ഇവിടെ ന്യൂട്രൽ പൊസിഷനാണ്. ഈ ന്യൂട്രൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ കിടക്കും എവിടെയെങ്കിലും കയറി കിടക്കും, നമുക്ക് അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ട് കയറുക ന്യൂട്രൽ അറിയത്തില്ല നമുക്ക്. നമ്മൾ ബേസിക്ക് നമ്മൾ ആദ്യം വരുമ്പോൾ ന്യൂട്രൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ ക്ലച്ച് ഫുള്ളി ഔട്ടിയിട്ട് ലിവർ ഈ ഗിയർ ലിവർ മൊത്തം ഒന്ന് പുറകോട്ട് വലിക്കുക, പുറകോട്ട് വലിച്ച് ഇനി ഈ ലിവർ പുറകോട്ട് ഇനി പോവില്ല, ഇത്രേ ഉള്ളൂ, മാക്സിമം ഉള്ളൂ, ഇതുണ്ട് ഇനി പോരില്ല. അപ്പോൾ അത് ഒന്ന് മുമ്പോട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയിടുക, ഇതുണ്ട് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടാൽ തട്ടിയിട്ട് ന്യൂട്രൽ ന്യൂട്രൽ. അല്ലെങ്കിലും മൊത്തം ലിവർ നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ എടുക്കുമല്ലേ, ചുമ്മാ ഇങ്ങനെ മുന്നോട്ട് തട്ടി നോക്കുക, ഇനി മുന്നോട്ട് പോവില്ല. മുന്നോട്ട് പോവില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പിടിച്ചങ്ങനെ പുറകോട്ട് ഇടുക, ഒന്ന് നോക്കിയാൽ ഇനി മുന്നോട്ട് പോവോ, നോക്കിയാൽ മുന്നോട്ട് മൊത്തം നൽകി ഇനി മുന്നോട്ട് പോവില്ല. അപ്പോൾ ഒന്ന് പുറകോട്ട് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടെ ന്യൂട്രലായി. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ ഇങ്ങനെ ആട്ടി നോക്കിയാൽ ഇതുണ്ടോ, നമുക്കിപ്പോൾ ഈ ഒരു പഴയ വണ്ടിയൊക്കെ ആയതുകൊണ്ട് ഇത്രയും പ്ലേ എല്ലാ ഗിയറിലും ഉണ്ട്, എല്ലാ ഗിയറിലും ഈ പ്ലേ ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ന്യൂട്രാണോ ഇല്ലയെന്ന്, നമ്മൾ ഓർക്കും ന്യൂട്രൽ ആയിരിക്കുന്നത് കണ്ടോ, ന്യൂട്രൽ ഇടുമ്പോൾ ഈ പ്ലേ ഉണ്ട്. അപ്പോൾ ശരിക്കും മാറ്റി നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ സംശയം വരുമ്പോൾ ഒന്നാമത്തെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ചുമ്മാ ഇങ്ങനെ മുന്നോട്ട് ഇനി മുന്നോട്ട് പോകില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഒന്ന് പുറകോട്ട് വലിച്ചിട്ടാൽ മതി. ഇനി പുറകോട്ട് വലിച്ച് പോവില്ല, അപ്പോൾ മുന്നോട്ട് ഒന്ന് തട്ടിയിട്ടാൽ ന്യൂട്രായി. ഈ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇത്ര ഇവിടെ ന്യൂട്രാ, ഇത്ര ഇവിടെ ന്യൂട്രാ. ഈ ന്യൂട്രൽ പൊസിഷനിൽ നമ്മളിങ്ങനെ വെറുതെ വിട്ട് കഴിയുമ്പോണ്ടല്ലോ ഈ ഗിയർ ലിവർ വന്ന് കിടക്കുന്നത് തേർഡ് ഗിയറിൻ്റെ ഫോർത്ത് ഗിയറിൻ്റെ പൊസിഷനിൽ. തേർഡ് ഗിയറിൻ്റെ അത് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഇങ്ങനെ വിട്ട് ഈ സാധനം വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ തേർഡ് ഗിയറിൻ്റെ ഫോർത്ത് ഗിയറിൻ്റെ പൊസിഷനിൽ കറക്റ്റ് വരും. ഈ ഒരു പോയിന്റിൽ വന്ന് കിടക്കും. ഈ ഒരു പോയിന്റിൽ നമ്മൾ വെറുതെ മുന്നോട്ട് മാറ്റിയ തേർഡ് ഗിയർ നേരെ എടുത്ത് വെറുതെ പുറകോട്ട് മാറ്റിയ ഫോർത്ത് ഗിയർ വരും, പുറത്ത് ഗിയർ വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് വിടണമെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് വിടണമെങ്കിൽ തന്നെ അതിൻ്റെ ഈ ബോക്സിൻ്റെ ന്യൂട്രൽ പൊസിഷനിൽ ഇങ്ങേ മൂലയ്ക്ക് വരണം. ഏത് ലെഫ്റ്റ് സൈഡ് ഈ കോർണറിലോട്ട് വരണം. കോർണറിലോട്ട് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മാറ്റുക. അപ്പം ഫസ്റ്റിൻ്റെ സെക്കൻഡ് ന്യൂട്രൽ പൊസിഷനിലോട്ട് എത്തി. അവിടുന്ന് ഫസ്റ്റ് ഇടണമെങ്കിൽ മുന്നോട്ട് പറഞ്ഞു, വീണ്ടും സെക്കൻഡ് ഇടണമെങ്കിൽ ന്യൂട്രൽ വന്നു. അത് നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫോർത്തേലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ സൈഡിലൂടെ തന്നെ പയ്യെ തള്ളിക്കൊണ്ട് പുറകോട്ട് വലിച്ച സെക്കൻഡ് ഗിയർ. അതായത് ഈ സൈഡിൽ ഈ സൈഡിൽ ഫ്രണ്ടിൽ ഫസ്റ്റ്, ഈ സൈഡിൽ തന്നെ ബാക്കിൽ സെക്കൻഡ്. ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തേർഡ്, ബാക്കിൽ ഫോർത്ത്. റിവേഴ്സ് ഇടണമെങ്കിൽ നേരെ ന്യൂട്രാക്കിയിട്ട് ഈ ന്യൂട്രൽ പൊസിഷൻ്റെ ഏറ്റവും മൂലയ്ക്ക്, അതായത് ഫസ്റ്റും സെക്കൻഡും നമ്മൾ ഈ സൈഡിലിട്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഏറ്റവും മൂലയ്ക്ക് ബാക്ക് സൈഡിൽ റിവേഴ്സ്. സൗണ്ട് കേട്ടില്ലേ, അത് വീണ്ടും ന്യൂട്രാക്കി തന്നെയുണ്ട്. ന്യൂട്രലല്ല, ഇപ്പോൾ റിവേഴ്സ് ഗിയറിൽ കിടക്കുക. നമുക്ക് ഫസ്റ്റ് ഇടണം, ഇപ്പോൾ ന്യൂട്രൽ വരണം. ന്യൂട്രൽ വന്നിട്ട് ഫസ്റ്റ് എവിടെയായിരുന്നു, ഇവിടെ ഇങ്ങേ മൂലയ്ക്ക്. അപ്പോൾ അങ്ങേ മൂലയ്ക്കോട്ട് കൊണ്ടുവന്ന് മുന്നോട്ടിട്ട് സെക്കൻഡ് ഇട്ടേ അതേ സൈഡിലോട്ട് തള്ളിക്കൊണ്ട് തന്നെ പുറകോട്ട് വലിക്കണം.